ആദ്യമായിട്ട് പ്രയർ പറഞ്ഞു. പ്രയർ. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Ada. കുറവുണ്ടോ മാം? Okay, Ada. സൗണ്ട് ഒക്കെ ഒന്ന് വന്ന്. പ്രയർ പറഞ്ഞു കേട്ടോ. Okay, ma'am. Prayer. Dear God, thank you for this bright day. Thank you for our loving teacher and our sweet friends. Help us learn new things and help one another with care. Bless our classroom with peace, love, and smiles all day. Thank you. Signing and thought of the day. Signing. I warmly welcome our beloved Aparna ma'am and all our Montessori friends to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you and wish you a wonderful day. Thank you. Thought for the day. Alone we can do so little. Together we can do so much. Helen Keller. Once again, alone we can do so little. Together we can do so much. Helen Keller. Thank you. നമ്മൾ സെമിനാർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇല്ല മാം, ഇന്ന് സെമിനാർ ഉണ്ട് മാം, ഞാൻ എടുക്കാം. അബ്ദുൽ കലാം. അബ്ദുൽ കലാം. ഇത് ചിക്കു ഏതായിരുന്നു? ഇല്ല മദർ തെരേസ. മദർ തെരേസ. സുപ്പി ആള് ഓ പ്രസീത പ്രസന്റ് ചെയ്തോട്ടോ. സെമിനാർ കഴിഞ്ഞിട്ട് ഫ്രെയിം കാണിക്കാൻ പ്രസീത പ്രസന്റ് ചെയ്തോടാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും അദ്ദേഹം ഒരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാട്ട്സ് ഞാൻ സെലക്ട് ചെയ്തത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആദ്യം റീഡ് ചെയ്യാം. Accept your past without regret, handle your present with confidence and face your future without fear. അദ്ദേഹം നമുക്കായിട്ട് തന്നിട്ടുള്ള ഓരോ കോട്സുകളാണ്. പിന്നെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതർ, നോ വൺ ക്യാൻ പ്ലേ യുവർ റോൾ ബെറ്റർ ദാൻ യു. നമ്മളുടെ റോള് നമ്മളെക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ വേറൊരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എവ്രി മോർണിംഗ് നമ്മളോട് തന്നെ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഗിവിംഗ് ആയിട്ടുള്ള ഒരു 5 ലൈൻസ് അദ്ദേഹം എല്ലാവരോടും എവ്രി മോർണിംഗ് പറയാനായിട്ട് പറയുന്നുണ്ട്. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ടുഡേ ഈസ് മൈ ഡേ, ഐ ആം എ വിന്നർ, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു നോക്കിയാൽ നമുക്കും ഒരു പോസിറ്റീവ് എനർജി ഉള്ളിൽ വരുന്ന പോലെ ഫീൽ ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യും. ടുഡേ, അതായത് ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഈശ്വരൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ടുഡേ ഈസ് മൈ ഡേ, ഐ ആം എ വിന്നർ, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ചിലപ്പോൾ ചേഞ്ചസ് വരും നമുക്ക് ഓരോരുത്തർക്കും. പിന്നെ ഇഫ് യു ഫെയിൽ നെവർ ഗിവ് അപ്പ്, ലൈഫ് ഓൾവേസ് ഓഫർ യു എ സെക്കൻഡ് ചാൻസ്, ഇറ്റ് ഈസ് കോൾഡ് ടുമോറോ. ഇന്ന് ഫെയിലായി ആരും വിഷമിക്കേണ്ട, നാളെ എന്ന് പറയുന്ന ഒരു ചാൻസ്, ദാറ്റ് ഇസ് ടുമോറോ, വി ക്യാൻ സ്റ്റാർട്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ റെസിപ്പി ഫോർ സക്സസിനുള്ള ഒരു റെസിപ്പി അദ്ദേഹം പറയുകയാണ്. സ്റ്റഡി വൈൽ അതർ ആർ സ്ലീപ്പിംഗ്, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമ്മൾ പഠിക്കണം. വർക്ക് വൈൽ അതർ ആർ ലോഫിംഗ്, മറ്റുള്ളവർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം. പ്രിപ്പയർ വൈൽ അതേഴ്സ് ആർ പ്ലേയിങ്, മറ്റുള്ളവർ കളിക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം.
ആൻഡ് ഡ്രീം വൈൽ അതേഴ്സ് ആർ വിഷിംഗ്. മറ്റുള്ളവരത് വിഷ് ചെയ്യുമ്പോൾ നമ്മളത് നേടാനായിട്ട് നമ്മൾ തന്നെ സ്വപ്നം കണ്ട് തുടങ്ങണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ റെസിപ്പി ഫോർ സക്സസ് എന്നുള്ളത് പറയുന്നത്. പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റീഡ് ചെയ്യാം. ഇഫ് യു ആർ ലൂസിങ് യുവർ മോട്ടിവേഷൻ ദെൻ സേ വൺ ലൈൻ ടു യുവർ സെൽഫ്, മോം ഈസ് വെയിറ്റിംഗ് ഫോർ മൈ സക്സസ്. അതായത് അമ്മ നിന്റെ സക്സസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സോ നെവർ ഗിവ് അപ്പ് അറ്റ് എനി മൊമെന്റ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വർക്കിംഗ് ഫോർ സക്സസ് വിൽ മേക്ക് യു എ മാസ്റ്റർ, ബട്ട് വർക്കിംഗ് ഫോർ സാറ്റിസ്ഫാക്ഷൻ വിൽ മേക്ക് യു ലെജൻഡ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക കൂടുതലും, അല്ലാണ്ട് നമുക്ക് മാസ്റ്റർ ആവണം, അതിൽ ബെറ്റർ ആവണം എന്നുള്ളതിനേക്കാളും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ത് തരുന്നു അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഷൈൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നോളേജ് വിൽ ഗിവ് യു ദ പവർ ബട്ട് ക്യാരക്ടർ വിൽ ഗിവ് യു റെസ്പെക്ട്. അപ്പോൾ നോളേജ്, അറിവ് മാത്രം സമ്പാദിച്ചുകൊണ്ട് കാര്യമില്ല, ക്യാരക്ടറും നമ്മൾ നല്ലതായിട്ട് തന്നെ കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാടുണ്ട്, എല്ലാം ഇൻസ്പയറിംഗ് ആണ്, പക്ഷെ നല്ല രസകരമായിട്ടുള്ള കുറച്ച് കോട്സ് മാത്രം ഞാൻ എഴുതിയതാണ്. പിന്നെ 5 ലൈൻസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ചിലപ്പോൾ മാറ്റങ്ങൾ വരും. പിന്നെ അദ്ദേഹത്തിന്റെ എന്ന് ജനിച്ചു എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അബ്ദുൾ കലാം, അതായത് APJ അബ്ദുൾ കലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ APJ അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൾ കലാം. ചില ഇങ്ങനെ PSC ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെ മേ ബി ചോദിക്കാം കുട്ടികൾക്ക്. അപ്പോ അവുൽ പക്കീർ ഇപ്പൊ ക്ലിയർ ആണോ? വൈഫൈ ഓഫ് ആയിരുന്നു. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ അല്ലേ? വൈഫൈ ഓഫ് ആയിരുന്നു, അതാണ്. അപ്പോ അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അദ്ദേഹം ജനിച്ചത് 15 ഒക്ടോബർ 1931 അദ്ദേഹം ഒരു ഇന്ത്യൻ എയറോസ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ്, അതായത് നല്ലൊരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. എല്ലാം നാടിനെ നേതൃത്വം നൽകാനുള്ള സ്കില്ലും ആ ഗവേണിംഗ് കപ്പാസിറ്റിയും നോളേജും എല്ലാം തികഞ്ഞ ഒരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ കൂടിയായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യനെ 2002 മുതൽ 2007 വരെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ഇവിടെ സെർവ് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ഫാമിലിയിലായിരുന്നു ജനിച്ചിരുന്നത്. 15 ഒക്ടോബർ 1931 രാമേശ്വരം, തമിഴ്നാട്, ഇന്ത്യ, അവിടെയാണ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം 40 വർഷത്തോളം ഒരു സയന്റിസ്റ്റ് ആയിട്ട് പിന്നെ സയൻസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. DRDOയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ISROയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. DRDO എന്ന് പറയുമ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലും ISROയിലും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലും അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിട്ടും സയൻസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ഒരു 40 വർഷത്തോളം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിന്റെ കാരണം അദ്ദേഹം ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന ഒരു മിസൈല് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നു. ബാലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ബോള് പോലെയൊക്കെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് അതിനെ ഇങ്ങനെ പുഷ് ചെയ്യാൻ എനർജി നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ഒരു ബോൾ പോലെ ആദ്യമല്ലേ നമുക്ക് എനർജി യൂസ് ചെയ്യേണ്ടുള്ളൂ, പിന്നീട് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ലക്ഷ്യസ്ഥാനത്ത് പോയി എത്തിപ്പെടും. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും ഏത് ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ളതൊക്കെ അതിൽ പ്ലാൻഡ് ആണ്. അത് ഭൂഖണ്ഡങ്ങൾ വരെ താണ്ടി പോയിട്ട് അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ബാലിസ്റ്റിക് മിസൈൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. പിന്നെ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് സാറ്റലൈറ്റുകളെയും സ്പേസ് ക്രാഫ്റ്റുകളെയും ഒക്കെ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വെഹിക്കിൾസ്, ലോഞ്ച് വെഹിക്കിൾസ്, അതിനെ അവിടെ ലോഞ്ച് ചെയ്യാനുള്ള വെഹിക്കിൾസ്, സാറ്റലൈറ്റിനെയും സ്പേസ് ക്രാഫ്റ്റിനെയും ഒക്കെ ഓർബിറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള വെഹിക്കിൾ ടെക്നോളജി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയൊക്കെ അദ്ദേഹത്തിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വളരെ നമ്മൾ വിളിച്ചിരുന്നു. പിന്നെ അദ്ദേഹം പ്രസിഡന്റായി വർക്ക് ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പീപ്പിൾസ് പ്രസിഡന്റ്, അതായത് ജനങ്ങളുടെ പ്രസിഡന്റ് എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്.
വളരെ പവർഫുൾ മാനാണ്, നോളേജ് പേഴ്സൺ ആണ്. ഇന്ത്യനെ പല ഘട്ടത്തിലും പല തരത്തിലും നല്ല പവർഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡൻസി എന്നുള്ള ആ ഒരു സ്റ്റേജിന് ശേഷം കൂടുതലായിട്ടും ടീച്ചിങ് ഫീൽഡിലാണ് അദ്ദേഹം എൻഗേജ്ഡ് ആയിരുന്നത്. ടീച്ചിങ്, റൈറ്റിംഗ്, പബ്ലിക് സർവീസസ്, അങ്ങനെ പല പല മേഖലകളിലും അദ്ദേഹം കൂടുതലും സർവീസിങ് ഏരിയയിലാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന് പറയണമെങ്കിൽ ഒരു സയന്റിസ്റ്റ് എന്നറിയപ്പെടുന്നതിലുപരി ഒരു ടീച്ചർ ആയിട്ട് അറിയപ്പെടാനാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറയാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ തോട്ട്സും മോട്ടിവേഷനും ഒക്കെ ഏതൊരു വേദിയിലും അദ്ദേഹം കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് പറയാം. ജൈനുലാബ്ദീൻ മരയ്ക്കാർ. അദ്ദേഹം ഒരു ബോട്ട് ഓണറായിരുന്നു. അവര് പിന്നെ ഇമാമായിരുന്നു, ഒരു ലോക്കൽ മോസ്കിലെ ഇമാമും കൂടിയിട്ടായിരുന്നു. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാദർ ഇങ്ങനെ കടത്തും, അതായത് നമ്മുടെ രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കും ഇങ്ങനെ ആളുകളെ കടത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോലി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ബോട്ട്മാൻ ആയിരുന്നു. അമ്മ ആഷിയമ്മ, അവര് ഒരു ഹൗസ് വൈഫാണ്. പിന്നെ കലാം യങ്ങസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു 4 ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. അദ്ദേഹം ഫാമിലിയിലെ യങ്ങസ്റ്റ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പേഴ്സൻറ്റേജ് മാർക്കുകളൊന്നും കിട്ടിയിരുന്നില്ല. ഒരു ആവറേജ് മാർക്കിലുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് അദ്ദേഹം വളരെ ബ്രൈറ്റും ഹാർഡ് വർക്കിങ്ങും സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് വല്ലാതെ സ്ട്രോങ് ഡിസയർ ആണ് ഇങ്ങനെ അറിവ് നേടുക എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ ഡിസയറും ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ടീച്ചർ അദ്ദേഹത്തെക്കുറിച്ച് പറയായിരുന്നു, മാർക്കിന്റെ പേഴ്സൻറ്റേജ് വല്ലാതെ ഇല്ലെങ്കിലും അദ്ദേഹം നല്ല ഒരു പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കൂടുതൽ സമയങ്ങളും മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലൈഫിൽ സ്കൂൾ ടൈമിലൊക്കെ ചെലവഴിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം പറയുമായിരുന്നു, പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിക്കണം കുട്ടികൾ. അതായത് ആ ഒരു ഏജിൽ അത് എത്ര നോളേജ് ഗ്യാദർ ചെയ്യാൻ പറ്റുമോ നമ്മൾ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു അഡ്വൈസാണ് അദ്ദേഹം കുട്ടികൾക്ക്, സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ പറഞ്ഞ് കൊടുക്കാറുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ എവിടെയാണെന്ന് വെച്ചാൽ ഷ്വാർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, രാമനാഥപുരം. ഗ്രാജുവേഷൻ ഫിസിക്സിലാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അത് സെൻറ് ജോസഫ് കോളേജ്, തിരുച്ചിറപ്പള്ളി. അതിനുശേഷം അദ്ദേഹം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് MITയിൽ, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛന്മാരൊക്കെ നല്ല പൈസയുള്ളവരായിരുന്നു. ആൻസസ്റ്റേഴ്സൊക്കെ നല്ല വെൽത്തി ഫാമിലി തന്നെയായിരുന്നു. അവർ മരക്കാർ ട്രേഡേഴ്സ് ആയിരുന്നു. പിന്നെ ധാരാളം ലാൻഡ് ഓണേഴ്സ് ഒക്കെ ആയിരുന്നു. നല്ലോണം പ്രോപ്പർട്ടീസും വലിയ എല്ലാ കാര്യങ്ങളും അവരുടെ മുത്തശ്ശന്മാരായിട്ടുണ്ടായിരുന്നു. പക്ഷെ കലാം ജനിക്കുന്നതോടുകൂടി, അതായത് ഈ പാമ്പൻ ബ്രിഡ്ജ് അവിടെ വന്നു രാമേശ്വരത്ത്, അതിൻ്റെ വരവോട് കൂടിയിട്ട് ഇവരുടെ വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെ വളരെ ശോഷിച്ചു പോയി. അതിനുശേഷം ഫാമിലി വല്ലാതെ പോവർട്ടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവരുടെ വീട് മാത്രമേ അവസാനിച്ചുള്ളൂ. ബാക്കി അവരുടെ പ്രോപ്പർട്ടീസും ലാൻഡും വെൽത്തും ഒക്കെ പോയി അവർ ഒരു പുവർ ഫാമിലി ആയിട്ട് മാറുകയാണ് ചെയ്തത്. കലാം 1920s കൂടി തന്നെ ഫാമിലി പോവർട്ടി എന്നുള്ളൊരു സ്റ്റേജിലെത്തി. പിന്നീട് അബ്ദുൽ കലാം ജനിക്കുന്നത് 1931 അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും പോവർട്ടിയാണ്. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് ഫാമിലിക്ക് വേണ്ടിയുള്ള പൈസയൊക്കെ അദ്ദേഹം കണ്ടെത്തിയിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂളിങ്ങും ഗ്രാജുവേഷനും ശേഷം എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി മദ്രാസിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് അവിടെ വെച്ചൊരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ഒരു ക്ലാസ് പ്രോജക്റ്റ് വർക്ക് ചെയ്യായിരുന്നു. ആ ക്ലാസ് പ്രോജക്റ്റ് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കാലത്ത് മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീന് അദ്ദേഹത്തോട് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചു. വർക്കൊന്നും നല്ല രീതിക്ക് പ്രോഗ്രസ് ആവുന്നില്ല, ഇങ്ങനെ പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് ഞാൻ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അദ്ദേഹം. ഞാനൊരു 3 days ടൈം ലൈൻ തരികയാണ്, വിത്തിൻ ദാറ്റ് യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് എന്നുള്ള ഒരു ടൈം ലൈനും ഡെഡ് ലൈനും അദ്ദേഹം കൊടുക്കുകയാണ്.
കലാം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ മാസ്റ്റർ പറഞ്ഞ ആ ഒരു ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും മാസ്റ്ററെ ഡീനിനെ ഇംപ്രസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഡീൻ തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സ്ട്രെസ് കണ്ടീഷനിൽ ഇടുകയായിരുന്നു, അത് നീ ഓവർകം ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു വിത്തിൻ ടൈം ലൈനിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അർജ് വരുമ്പോൾ നമ്മൾ കൂടുതൽ നല്ലോണം തിങ്ക് ചെയ്യും, എന്നിട്ട് നമ്മളെ തന്നെ എഫിഷ്യൻ്റ് ആക്കും. അതിനു വേണ്ടിയൊക്കെയാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് ഡീൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ജീവിത അഭിലാഷം എന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹത്തിനൊരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു. ഫൈറ്റർ പൈലറ്റ് കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ഫൈറ്റർ പൈലറ്റ് ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം എക്സാമൊക്കെ എഴുതി എല്ലാം കാഴ്ചവെച്ചു. പക്ഷെ അവസാനം റാങ്കിങ് പൊസിഷൻ വന്നപ്പോൾ അദ്ദേഹം 9th റാങ്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ഫൈറ്റർ പൈലറ്റിൻ്റെ ആ ഒരു ഇതിൽ 8th പൊസിഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം 9th പൊസിഷൻ ആയതുകൊണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനൊരു ഫൈറ്റർ പൈലറ്റ് ആവണം എന്നുള്ള തൻ്റെ ജീവിതാഭിലാഷം, ആംബിഷൻ നടന്നില്ല. അപ്പോൾ എങ്കിലും കൂടിയിട്ട് അദ്ദേഹം അവിടെ തളർന്നില്ല. അതിനേക്കാളും ഉപരി ആ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്നെ തലവനായിട്ട് അദ്ദേഹം പിന്നീട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ എന്തോ ആവണമെന്ന് വിചാരിച്ചു, പിന്നീട് അതിൻ്റെ തന്നെ ഒരു ലീഡറായിട്ടാണ് അദ്ദേഹം ആയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എയിമും ആ ഒരു പാഷനും ഭയങ്കര സ്ട്രോങ് ആണ്, പവർഫുൾ പേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹം ഗിവ് അപ്പ് ആയിട്ടില്ല എപ്പോഴും, ഏതൊരു സിറ്റുവേഷനിലും അത് അവിടെ നിന്നും പിന്നെയും സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങനെ ഒരു പോകുന്നൊരു നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ പറയുന്നത് വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. പിന്നെ സയൻസ് അഡ്മിനിസ്ട്രേറ്ററായിട്ടും സ്റ്റേറ്റ്സ്മാനായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും കോൺട്രിബ്യൂഷൻസും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അദ്ദേഹം കോൺട്രിബ്യൂഷൻ ടു സ്പേസ് ആൻഡ് മിസൈൽ ടെക്നോളജി, അതിലെന്തൊക്കെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തു എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SLV-3 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അദ്ദേഹം അതിൻ്റെ പ്രോജക്റ്റിലത്തെ ആളായിരുന്നു. അദ്ദേഹം പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. ISROയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ്, പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് ISROയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ SLVയുടെ ഡെവലപ്മെൻറ്റിനൊക്കെ അദ്ദേഹം നിന്നത്. എന്നിട്ട് രോഹിണി എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ ഓർബിറ്റിൽ എത്തിച്ചു അദ്ദേഹം ജൂലൈ 1980. അപ്പോൾ ഇന്ത്യനെ ഭയങ്കര എക്സ്ക്ലൂസീവ് മെമ്പർ ഓഫ് സ്പേസ് ക്ലബിലത്തെ തന്നെ ഒരു ശ്രദ്ധേയമായൊരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യൻ കൺട്രിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് വഴി ഉണ്ടായി. പിന്നെ അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, IGMDP എന്ന് പറയുന്ന ഒരു മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അവിടെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഓപ്പറേഷണലൈസേഷനും ആണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അവിടെ അദ്ദേഹം അഗ്നി, പൃഥ്വി എന്നൊക്കെ പറയുന്ന മിസൈൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ വളരെ പവർഫുൾ വെപ്പൺസ് ആയിരുന്നു ഇന്ത്യയുടെ. അങ്ങനെ മിസൈൽ ഡെവലപ്മെൻറ്റിന് അദ്ദേഹം നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്നു. പിന്നെ ലോഞ്ച് വെഹിക്കിൾ പ്രോഗ്രാം, നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ക്രാഫ്റ്റ് പോലുള്ളതും സാറ്റലൈറ്റൊക്കെ നമ്മുടെ ബഹിരാകാശത്ത് വിക്ഷേപിക്കാനുള്ള ഒരു വെഹിക്കിൾ പ്രോഗ്രാം, ലോഞ്ച് വെഹിക്കിൾ, അത് ലോഞ്ച് ചെയ്യാനുള്ള വെഹിക്കിളിൻ്റെ പ്രോഗ്രാമിൻ്റെ ആളായിരുന്നു അദ്ദേഹം. ISROയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിരുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരുന്നത്. പിന്നെ നാഷണൽ സെക്യൂരിറ്റിയിലും അദ്ദേഹം, അതായത് പറഞ്ഞല്ലോ നമ്മളുടെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ അദ്ദേഹം വല്ലാതെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നാഷണൽ സെക്യൂരിറ്റിയിൽ, അതായത് ആണവായുധം ഡെവലപ്പ് ചെയ്യുന്നതിലും അദ്ദേഹം നല്ലൊരു റോള് വഹിച്ചിരുന്നു. പൊക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ്, അദ്ദേഹം അതിലും പങ്കായിരുന്നു. അദ്ദേഹം അതിൽ ഇന്ത്യയിൽ തന്ത്രപരമായിട്ടും പൊളിറ്റിക്കലും കൂടാതെ ടെക്നിക്കൽ പാർട്ടും ഓർഗനൈസേഷണൽ പാർട്ടും എല്ലാം അദ്ദേഹം തന്നെ ആയിരുന്നു ഈ പൊക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റിൽ. അത് പിന്നീട് ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് തന്നെ മാറ്റി. ആണവായുധ ശക്തിയായിട്ട് ഇന്ത്യയെ പിന്നീട് മാറ്റാൻ അദ്ദേഹത്തിൻ്റെ പൊക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ് സഹായിച്ചിരുന്നു. അത് 1998 പിന്നെ അദ്ദേഹം ഒരു സയൻറ്റിഫിക് അഡ്വൈസറായിട്ട്, അതായത് ആർക്കൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ
സയന്റിഫിക് അഡ്വൈസർ ഓഫ് ദ ഡിഫൻസ് മിനിസ്റ്ററും സെക്രട്ടറി ഓഫ് DRDO. DRDOയിലെ സെക്രട്ടറിയുടെ അഡ്വൈസർ ആയിട്ടും ഡിഫൻസ് മിനിസ്റ്ററുടെ അഡ്വൈസർ ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അത് 1999 ടു 2001 1992 മുതൽ 1999 വരെയായിരുന്നു അദ്ദേഹം അഡ്വൈസർ ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അദ്ദേഹം ഇന്ത്യയുടെ 11th പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്നത് അദ്ദേഹം സെർവ് ചെയ്തിരുന്നത് 2002 ടു 2007 ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീപ്പിൾസ് പ്രസിഡന്റ് എന്നായിരുന്നു അദ്ദേഹത്തിന് വിളിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ടെക്നോളജി വിഷൻ 2020 എന്നൊരു സംഭവം അദ്ദേഹം വിചാരിച്ചിരുന്നു. അതായത് ഇന്ത്യനെ ഒരു ഡെവലപ്പിംഗ് സൊസൈറ്റിന്ന് ഡെവലപ്ഡ് നേഷനിലേക്ക് വിത്തിൻ 20 years എന്നുള്ള ഒരു തരത്തിലൊരു പദ്ധതി, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷനാണ് ടെക്നോളജി വിഷൻ 2020. അതിൽ കൂടുതലായിട്ടും അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക. അത് എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക എങ്ങനെ? ത്രൂ ടെക്നോളജീസിന്റെ ഒരു ഹെൽപ്പോട് കൂടി എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയുടെ കൂട്ടുക. പിന്നെ വൈഡനിങ് അക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഇന്ത്യനെ ഡെവലപ്പിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ടെക്നോളജി വിഷൻ 2020 അദ്ദേഹം അതിനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇന്ത്യയുടെ ദ 3rd ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച 3ാമത്തെ അവാർഡായ പത്മഭൂഷൺ 1981 അദ്ദേഹത്തിന് കൊടുത്ത് നമ്മൾ ഇന്ത്യ ആദരിച്ചു. പിന്നെ ദ 2nd ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഓഫ് ഇന്ത്യ, അതായത് പത്മവിഭൂഷൺ 2nd ഹയസ്റ്റ് സിവിലിയൻ ഹോണറാണ്. അത് 1990 അദ്ദേഹത്തിന് കൊടുത്ത് നമ്മൾ ആദരിച്ചിരുന്നു. പിന്നെ ദ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന 1997 അദ്ദേഹത്തിന് അവാർഡ് ചെയ്തിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഹോണററി ഡെക്കറേറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് പല യൂണിവേഴ്സിറ്റിയും ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന് വേൾഡ് വൈഡ് ആയിരുന്നു, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് അദ്ദേഹത്തിന് പല ബഹുമതിയും കൊടുത്ത് ആദരിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വേറെ തന്നെ കുറച്ചും കൂടിയും വർക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹി ഡെവലപ്ഡ് ലോ കോസ്റ്റ് കലാം രാജു സ്റ്റെൻഡ്, ഒരു സ്റ്റെൻഡ്, അതായത് കലാം രാജു സ്റ്റെൻഡ് എന്നാണ് അതിന്റെ പേര്. അത് അദ്ദേഹം ഒരു ഭൂപതി രാജു സോമരാജു എന്ന് പറഞ്ഞിട്ടൊരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹവും, അതായത് കലാം രാജു, കലാമിന്റെയും ഈ സോമരാജുവിലത്തെ രാജുവും ചേർന്നിട്ടുള്ള, അതാണ് ആ പേര്, കലാം രാജു സ്റ്റെൻഡ്. ഇത് ഈ ഹാർട്ട് പേഷ്യൻസിന് ഫിറ്റ് ചെയ്യുമല്ലോ സ്റ്റെൻഡ്, അത് അദ്ദേഹം 1988 അത് കുറച്ച് ലോ കോസ്റ്റിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. കൂടാതെ കലാം രാജു ടാബ്ലറ്റ് നമുക്കറിയാലോ, നമ്മളുടെ മൊബൈൽ ഫോണിനേക്കാളും കുറച്ച് വലിയ ടാബ്ലറ്റ്, അത് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, റൂറൽ ഏരിയാസിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളുടെ ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനത്തെ ഓരോരോ വർക്കുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹം ഒരുപാട് മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ എഴുതിയിരുന്നു. അദ്ദേഹത്തിന് ഓട്ടോബയോഗ്രഫി ആയ വിങ്സ് ഓഫ് ഫയർ 1999 അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. പിന്നെ അദ്ദേഹം വിഷമത്തോടുകൂടി തന്നെ ഹി പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 83 അദ്ദേഹം ജൂലൈ 27, 2015 പാസ്ഡ് അവേ ഡ്യൂ ടു കൊളാപ്സിംഗ് ഡ്യൂ ടു സഡൻ കാർഡിയാക് അറസ്റ്റ്. അദ്ദേഹം ഒരു ഹൃദയസ്തംഭനം മൂലമാണ് 83ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അദ്ദേഹം ലെക്ചർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ക്രിയേറ്റിംഗ് എ ലിവബിൾ പ്ലാനറ്റ് എർത്ത്, കുറച്ച് നല്ല ജീവയോഗ്യമായ ഒരു എർത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലെക്ചർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM ഷില്ലോങ് മേഘാലയ, അവിടെ അങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തത്. എത്രയാണ് അദ്ദേഹത്തിന്റെ. പിന്നെ ഫേമസ് ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ, അതിന്റെ പേര് കുറച്ച് ഞാൻ വായിക്കാം. ഫോർജ് യുവർ ഫ്യൂച്ചർ,
Vaijnanik Bharat, Ignited Minds, Learning How to Fly, India 2020, A Vision for the New Millennium, You Are Born to Blossom, My Journey, The Family and the Nation, Inspiring Thoughts, Target 3 Billion, Turning Points, You Are Unique, Transcendence, My Spiritual Experience with the Pramukh Swamiji, പിന്നെ ബുക്സ് ദ ലൈഫ് ട്രീ പോയം ഉണ്ടായിരുന്നു, അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ഇന്ത്യ, ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, ഇന്ത്യ മൈ ഡ്രീം ആൻഡ് ഇന്ററാക്റ്റീവ് ലെക്ചേഴ്സ് സീരീസ് അജണ്ട ഫോർ ദ നേഷൻ, പാത്വേസ് ടു ഗ്രേറ്റ്നസ് കമ്മിങ് ടുഗെദർ ഫോർ ചേഞ്ച്, എൻലൈറ്റഡ് മൈൻഡ്സ്, ഫെയിലിയർ ഇസ് എ ടീച്ചർ, Adamya Sahas, Governance for Growth in India, The Scientific Indian, A 21st Century Guide to the World Around Us, The Luminous Sparks, Reignite, My Life, An Illustrated Autobiography Beyond 2020, Songs of Life, My India, Ideas for the Future. അത് ഐഡിയാസ് ഫോർ ദ ഫ്യൂച്ചർ ആണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബുക്ക് എന്ന് കരുതപ്പെടുന്നത്. മൈ ഇന്ത്യ, ഐഡിയാസ് ഫോർ ദ ഫ്യൂച്ചർ. അതിൽ അദ്ദേഹം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പ്രോജക്റ്റിനെ കുറിച്ചാണ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആ ബുക്കിൽ കുട്ടികൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്കൊരു റോഡ് മാപ്പ് പോലെയാണ്. ഫോർ എവറി ചൈൽഡ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്, അവരുടെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യാനുള്ള ഒരു റോഡ് മാപ്പ് പോലുള്ള ഒരു ബുക്കാണ് അദ്ദേഹം അവസാനമായിട്ട് എഴുതിയത്. അതാണ് മൈ ഇന്ത്യ, ഐഡിയാസ് ഫോർ ദ ഫ്യൂച്ചർ, അതാണ് ആ ബുക്കിൻ്റെ പേര്. ടു ബി ദ ടു ദ ബെസ്റ്റ് ദേ ക്യാൻ ബി ലീഡിങ് ടു, അതായത് കുട്ടികളെ നല്ല വഴി അവരുടെ മാക്സിമത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ബുക്കാണ് അദ്ദേഹം അവസാനമായിട്ട് എഴുതിയത്. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ പ്രസീത. താങ്ക് യു. നല്ല രീതിയിൽ കവർ ചെയ്ത് നോക്കി, ക്ലിയറായിട്ട് കവർ ചെയ്തു. മനസ്സിലായിട്ട് Yes, ma'am. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടോ. Okay, ma'am. Good afternoon, ma'am. Good afternoon, friends. ലോകത്തിന് സ്നേഹത്തിന്റെയും കരുണയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായ മഹത്തായ വ്യക്തിത്വമാണ് മദർ തെരേസ. 1910 ഓഗസ്റ്റ് 26 ഇന്ന് നോർത്ത് മസിഡോണയിലെ സ്കോപ്ജെ എന്ന സ്ഥലത്താണ് അവർ ജനിച്ചത്. അവരുടെ യഥാർത്ഥ പേര് അഞ്ജസെ ഗോൺഷെ ബൊജാക്ഷ്യു എന്നായിരുന്നു. അവർ ജനിച്ചത് ഒരു ആഴത്തിലുള്ള കത്തോലിക്ക വിശ്വാസമുള്ള അൽബേനിയൻ കുടുംബത്തിലായിരുന്നു. പിതാവ് നിക്കോളോ ബൊജാക്ഷ്യു ഒരു വ്യാപാരിയായിരുന്നു. മാതാവ് ഡ്രണാഫില ബൊജാക്ഷ്യു ദരിദ്രർക്കും രോഗികൾക്കും സഹായം ചെയ്യുന്ന കരുണാമയിയായ സ്ത്രീയായിരുന്നു. അമ്മയിൽ നിന്നാണ് മദർ തെരേസ സ്നേഹവും സേവനവും മൂല്യങ്ങൾ പഠിച്ചത്. അവർ ചെറുപ്പത്തിലേ ഇരിക്കെ പിതാവ് മരിച്ചതിനാൽ കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്നാൽ ഇതാണ് അവരുടെ വിശ്വാസം കൂടുതൽ ശക്തമാക്കിയത്. 18-ാം വയസ്സിൽ തന്നെ അവർ ദൈവസേവനത്തിനായി ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ചു. ലോററ്റോ സിസ്റ്റേഴ്സ് എന്ന സഭയിൽ ചേരുന്നതിനായി അവർ അയർലൻഡിലേക്ക് പോയി. തുടർന്ന് 1929 ഇന്ത്യയിലെ കൊൽക്കത്തയിൽ എത്തി. അവിടെ അവർ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. ജിയോഗ്രഫി, മതവിഷയങ്ങളും അവർ പഠിപ്പിച്ചു. പിന്നീട് സ്കൂളിന്റെ പ്രിൻസിപ്പലായി. അധ്യാപികയായിരിക്കെ കൊൽക്കത്തയിലെ തെരുവുകളിൽ കണ്ട അത്യന്തം ദാരിദ്ര്യവും വിശപ്പും രോഗങ്ങളും അവരെ ആഴത്തിൽ സ്പർശിച്ചു. 1946 ദൈവത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായി. അതനുസരിച്ച് അവർ സുഖ സൗകര്യങ്ങളും ജീവിതവും ഉപേക്ഷിച്ച് അത്യന്തം ദരിദ്രരായവർ സേവിക്കാൻ തീരുമാനിച്ചു. 1950 മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ഈ സംഘടനയുടെ ലക്ഷ്യം അത്യന്തം ദരിദ്രർക്കിടയിൽ സേവനം എന്നതായിരുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികൾക്കും മരണാസന്നരായവർക്കും കുഷ്ഠരോഗികൾക്കും അനാഥർക്കും അവർ വീടുകൾ ആരംഭിച്ചു. നിർമ്മൽ ഹൃദയ് എന്ന മരണാസന്നർക്കുള്ള കേന്ദ്രം അവരുടെ സേവനത്തിന്റെ ഉദാഹരണമായിരുന്നു. അവിടെ ആളുകൾക്ക് മരണം പോലും മാന്യതയോടും സ്നേഹത്തോടും അനുഭവിക്കാൻ അവസരം ലഭിച്ചു. സോറി മാം, കുഞ്ഞു വന്നുകൊണ്ടാണ്. അവർ വിശ്വസിച്ചത് ഓരോ മനുഷ്യ ജീവിതവും വിലപ്പെട്ടത് എന്നതായിരുന്നു.
മദർ തെരേസയുടെ സേവനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ വ്യാപിച്ചു. അവരുടെ സംഘടന 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു. ഈ മഹത്തായ സേവനങ്ങൾക്കായി അവർക്ക് അനേകം അവാർഡുകളും ബഹുമതികളും നേടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1979 നൊബേൽ സമാധാന പുരസ്കാരമാണ്. ഇതിനു പുറമെ 1962 റാമൺ മാഗ്സെ അവാർഡ്, 1980 ഭാരതരത്ന എന്നിവയും ലഭിച്ചു. മദർ തെരേസ പറഞ്ഞ ചില പ്രശസ്തമായ വാക്കുകൾ: നമുക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ മഹത്തായ സ്നേഹത്തോടെ ചെയ്യാം. സ്നേഹത്തിന്റെ വിപരീതം വെറുപ്പല്ല, അവഗണനയാണ്. നിങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് പ്രധാനപ്പെട്ടത്. ലോകത്തിലെ നിരവധി പ്രശസ്ത വ്യക്തികൾ മദർ തെരേസയെ പ്രശംസിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞതായി വിശ്വസിക്കുന്നത് അവർ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വിശുദ്ധയാണ്. പ്രിൻസസ് ഡയാന അവരെ സന്ദർശിച്ച ശേഷം മദർ തെരേസ എന്നെ സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ലോക നേതാക്കളും സാധാരണക്കാരും ഒരുപോലെ അവരെ ജീവിക്കുന്ന വിശുദ്ധയായി കണ്ടിരുന്നു. വൃദ്ധാവസ്ഥയിൽ മദർ തെരേസ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു. എന്നിരുന്നാലും അവർ സേവനം ഉപേക്ഷിച്ചില്ല. 1997 സെപ്റ്റംബർ 5 കൊൽക്കത്തയിൽ 87-ാം വയസ്സിൽ അവർ അന്തരിച്ചു. അവരുടെ മരണം ലോകമാകെ ദുഃഖമായി. അവരുടെ മൃതദേഹം സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവസാനമായി അവരെ കാണാൻ എത്തിയിരുന്നു. മദർ തെരേസയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സന്ദേശമാണ്. സ്നേഹവും സേവനവും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അവർ ശരീരമായി നമ്മെ വിട്ടു പോയെങ്കിലും അവരുടെ സേവനവും സന്ദേശവും ഇന്ന് ലോകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മദർ തെരേസ നേരിട്ട് ഒരു പരമ്പരാഗത ആത്മകഥ എഴുതിയില്ല. എങ്കിലും അവരുടെ കത്തുകളും പ്രാർത്ഥനകളും ഉൾക്കൊള്ളുന്ന ആത്മീയ ആത്മകഥയാണ് കം ബി മൈ ലൈറ്റ്. മരണത്തിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ മദർ തെരേസ എഴുതിയ പുസ്തകങ്ങളാണ് നോ ഗ്രേറ്റർ ലവ്, എ സിമ്പിൾ പാത്ത്, ദ ജോയ് ഇൻ ലവിങ്, എ ഫ്രൂട്ട് ഓൾവേസ് ഇൻ സീസൺ, വേർ ദർ ഈസ് ലവ് ദർ ഈസ് ഗോഡ്. ഇനി മദർ തെരേസയെ കുറിച്ച് മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങളാണ് മദർ തെരേസ, എ കംപ്ലീറ്റ് ഓതറൈസ്ഡ് ബയോഗ്രഫി, നവീൻ ചൗള. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, മാൽക്കം മഗറിച്ച്. മദർ തെരേസ, എ ഫൈനൽ വെർഡിക്ട്, അയാൻ എസി. അത്രേ ഉള്ളൂ മാം. താങ്ക് യു. താങ്ക് യു മാം. ഇന്ന് ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഞാനുണ്ട്. ജയശ്രീ ഏതാണ് ടോപ്പിക്? 1 മിനിറ്റ് ഇടാവും. ഓക്കെ ജയശ്രീ ടെസ്റ്റ് ചെയ്തോട്ടാ. പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിൽ താലിബാൻ ഭീകരതയ്ക്കിടയിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പോരാടിയ ധീരയായ പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ മിൻഗോറയിൽ ജനിച്ചു. 2009 11 വയസ്സുള്ളപ്പോൾ താലിബാൻ സ്വാത്ത് താഴ്വരയിൽ നിയന്ത്രണത്തിലാക്കിയപ്പോൾ BBC-ക്ക് വേണ്ടി ബ്ലോഗ് എഴുതി മലാല ശ്രദ്ധേയയായി. പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവകാശത്തെക്കുറിച്ച് അവർ ശബ്ദമുയർത്തി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള അവരുടെ പോരാട്ടത്തിന് താലിബാൻ പ്രതികാരമായി 2012 ഒക്ടോബറിൽ സ്കൂൾ ബസ്സിൽ വെച്ച് അവരെ വെടിവെച്ചു. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു എങ്കിലും അവർ രക്ഷപ്പെട്ടു. ഈ സംഭവത്തോടെ മലാല ലോക ശ്രദ്ധ നേടി. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു. 2014 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അവർ മാറി. മലാല ഫണ്ട് എന്ന സംഘടനയിലൂടെ ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്നു. സാമൂഹിക സാമ്പത്തിക അവകാശമെന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ വാദിക്കുന്നു. മലാലയുടെ ജീവിതം വിദ്യാഭ്യാസത്തിന്റെയും അവകാശങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത്രയുള്ള മിസ്. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. APJ അബ്ദുൽ കലാം സാറിനെ പറ്റി പറഞ്ഞപ്പോഴാ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ഇപ്പോഴും രാമേശ്വരത്ത് ഉണ്ട്. അവിടെ തന്നെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും. ഞങ്ങൾ അവിടെ പോയിരുന്നു ഒരിക്കൽ. അദ്ദേഹത്തിന്റെ എല്ലാ കോൺട്രിബ്യൂഷൻസിന്റെ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ എല്ലാ മോഡലും
എല്ലാ പിക്ചേഴ്സ്, ബുക്സ് ഇപ്പോഴും എല്ലാം അവിടെ നമുക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണം. ശരി, നമുക്ക് മോഡലുകളെല്ലാം 3D മോഡലിലാണ് വെച്ചത്. നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ശവകുടീരം അതിന്റെ സെന്ററിലായിട്ട് ഇപ്പോഴും ഉണ്ട്. അതൊരു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. സ്ഥലം എവിടെയാന്ന് പറഞ്ഞ? രാമേശ്വരം. രാമേശ്വരത്തിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയാണ്. പാമ്പൻ പാലൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തായിട്ട്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് മ്യൂസിയത്തിന്. അവിടെ ടൂറിസ്റ്റ് വിസിറ്റിനൊക്കെ നമ്മൾ പോകുമ്പോ ഗൈഡൊക്കെ പറഞ്ഞുതരും, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇന്ന കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഏത് ഫ്രെയിം ആയിരുന്നു നമ്മൾ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞത്? എല്ലാ ഫ്രെയിമും ചെയ്യാന്നാ പറഞ്ഞത്. ചെയ്താൽ മതി എന്ന് പറഞ്ഞ. ഓക്കെ, പേര് അയച്ചോ കേട്ടോ. ഓരോരുത്തരും പേരയക്കാം ഫ്രെയിം ചെയ്തവര്. അനുപ്രിയ. ഓക്കെ മാം. കാണുന്നുണ്ടോ മിസ്? ഫ്രെയിം ഇത് ആണോ? ബട്ടൺ. ഇത് ബട്ടൺ ഫ്രെയിം ആണോ? വുഡ് വെച്ച് ചെയ്തോടാ? ഉണ്ടാക്കി ഒരു കാർപ്പന്ററിനെ കൊണ്ട്. ഇത് ബട്ടൺ. ഓക്കെ, ബട്ടൺ ഫ്രെയിം. ഇത് സിബ് കാണുന്നുണ്ട് മിസ്? അയ്യോ, ഊരാൻ പറ്റില്ല. ഇത് സിബ്. ഓക്കേടാ. ഓക്കെ. അനുപ്രിയ കഴിഞ്ഞിട്ട് പ്രസ് ചെയ്താട്ടോ. സിക്സ് വലുതാണോ ചെയ്തേ? ഇതൊരു കൈ കൊണ്ട് പറ്റിയില്ലാണ്ട് നമുക്ക് 2 കൈ ചെയ്തിട്ടേ പറ്റി. വലിയ സിബ കിട്ടിയത് മാം. ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. ഓക്കേടാ. ഇത് പിന്നെ വെൽക്രോണ്ട്. ഓക്കേടാ. ഓക്കെ. ശ്രീതി. ഓക്കെ ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ വയ്യേടാ. ഓക്കെ, ശ്രീതി. നെക്സ്റ്റ് മഞ്ജു രാകേഷ്. മാം കാണാം. കാണിക്കുന്നത് ലേസ് ആണോ? ലേസാ മാം. ഓക്കേടാ, ലേസ്. ക്ലിയർ ആയില്ല, അതുകൊണ്ട് കണ്ടടാ. സൂര്യ. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയോ? ഓക്കെ, ബട്ടൺ ഫ്രെയിം കണ്ടു. ഫ്രെയിം ചെയ്യിച്ചാണാടാ? ഫ്രെയിം ചെയ്യിച്ചാണ്. ഓക്കെ, സ്ലിപ്പ് വെൽക്രോ. ഓക്കെ, ഓക്കേടാ, കംപ്ലീറ്റ് ആയല്ലേ? കേട്ടോ. ഷംസീന. യെസ് മാം. ഞാൻ ബാക്ക് ക്യാമറയിൽ പറ്റുന്നില്ല, ഞാന് തിരിച്ചു പിടിച്ച് കാണിച്ചു തരാം. ഓക്കെ, എല്ലാം ചെയ്തു. എല്ലാം ചെയ്തു. ഇത് ലേസ് മാത്രം വെക്കാണ്ട്. ഓക്കേടാ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. നമ്മൾ ഇത്രയും കുട്ടികളുള്ളൂ ക്ലാസ്സില്? ഞാൻ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ബിൻസി പ്രസ് ചെയ്തോളാം. പ്രസ് ബട്ടൺ. ഓക്കേടാ. ഓക്കെ, എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്ത ഫ്രെയിംസ്. നമ്മളിപ്പോ എത്രാമത്തെ വീക്കാണ് ഫ്രെയിംസിന്റെ ചെയ്യണേ?
തേർഡ് വീക്ക് മിസ്. മൂന്നാമത്തെ വീക്കാ മിസ്. ഓക്കെ, ബാക്കി ഫ്രെയിംസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. എക്സാം ആവുമ്പോഴേക്കും വൈവേ ആവുമ്പോഴേക്കും എല്ലാവരും ഫ്രെയിംസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഫ്രെയിം കഴിഞ്ഞിട്ട് പിങ്ക് ടവറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? മാം പറഞ്ഞു തന്നിട്ടുണ്ടോ? മിസ് ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ വാച്ച് വെച്ചുള്ള ഫ്രെയിം ഒക്കെ ഇല്ലേ, അതെന്തിനാ മിസ് യൂസ് ചെയ്യണേ? അത് വാച്ച് പോലത്തെ അല്ലേ? അത് നമ്മുടെ ബെൽറ്റ് ഫ്രെയിം ആണോ? അത് കുട്ടികൾക്ക് ഇടാൻ എങ്ങനെ പഠിക്കാന്ന് അറിയാൻ വേണ്ടി അല്ലേ? ലൈഫ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, പിങ്ക് ടവറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല മാം. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. വൺ ഓഫ് മൈ ഫേവറേറ്റ് മെറ്റീരിയൽ തന്നെ പറയാം. എന്താണ്, പിങ്ക് ടവർ ആണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേട്ടോ. കാണിച്ചു തരാം, നല്ല ഭംഗിയെ കാണാനായിട്ട്. ഞാൻ ഷെയർ ചെയ്യട്ടെ. ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? ഇത് 10 വുഡൻ ക്യൂബ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ക്യൂബ് ആണ് അതിന്റെ ഷേപ്പ് കേട്ടോ. 10 വുഡൻ ക്യൂബ്സ് ആണ് പിങ്ക് ടവറിൽ വരുന്നത്. നല്ല ഭംഗിയാണ്, നല്ല അട്രാക്റ്റീവ് ആണ്. ആർക്കൊക്കെയാണ് പിങ്ക് കളർ ഇഷ്ടമുള്ളവര്? എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. വീട്ടില് എല്ലാവരും ചോദിക്കുന്നോട് ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സാരി സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്നത് പിങ്ക് ആണ് കളറ്. സോ പിങ്കിന്റെ ഏത് ഷെയ്ഡ്, പിങ്കിന്റെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഷെയ്ഡും എന്റെ കയ്യിലുണ്ടാവും. അപ്പൊ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പിങ്ക്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് മോണ്ടിസോറിയില് കാണാനും ചെയ്യാനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ പിങ്ക് ടവർ ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് പിങ്ക്. കുട്ടികൾക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. 10 വുഡൻ ക്യൂബ്സ് ആണ് മെയിൻലി വരുന്നത്. മെഷർമെന്റ് എന്ന് പറഞ്ഞാല് ഓരോ ക്യൂബ്സ്, ഇപ്പൊ ലാസ്റ്റ് കാണുന്ന ക്യൂബ് 10 സെന്റിമീറ്റർ, ഏറ്റവും ടോപ്പിലത്തെ ക്യൂബ് 1 സെന്റിമീറ്റർ ആണ്. 10, 9, 8 അങ്ങനെ ഒരു സെന്റിമീറ്റർ കുറഞ്ഞാണ് മുകളിലേക്ക് വരുന്നത്. ഇത് വുഡൻ ആണെന്ന് പറഞ്ഞു. സ്മോളസ്റ്റ് ആണ് 1 സെന്റിമീറ്ററിൽ. നമുക്ക് കുട്ടികൾക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. 1 to 10 വരെ കൗണ്ട് ചെയ്യിച്ചൂടെ? നമ്മൾ 1 to 10 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാനായിട്ട് പറ്റും. ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്, ഓരോ ബിഗ് വലിയ ക്യൂബ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ബിഗ് സ്മോൾ ആ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ ഒരു മെറ്റീരിയൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണ്. കുട്ടികളുടെ ആർക്കിടെക്ചർ സ്കില്ല്, അവരുടെ കൺസ്ട്രക്റ്റീവ് സ്കില്ലും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത് പിങ്ക് ടവർ എന്ന് പറഞ്ഞാല്. കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വിചാരിക്കും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പിങ്ക് ടവർ ഞാനിപ്പോ കാണിച്ചിരിക്കുന്നതോ അത് സാധാരണ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയാണ്. ഇത് കൂടാതെ നമുക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിങ്ക് ടവർ ചെയ്യിക്കാനായിട്ട് പറ്റും. കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് ഈ പിങ്ക് ടവർ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓരോ രീതികളാണത്. നമുക്ക് ചിലപ്പോ കുട്ടികള് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുക ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യും. ഇവർക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പിങ്ക് ടവർ വീണ്ടും വീണ്ടും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഒരു കളറാണ്. അതുപോലെ തന്നെ കുട്ടികൾ നല്ല കൺസ്ട്രക്റ്റീവ് ആയിട്ട് പിങ്ക് ടവർ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് ചെയ്യും. അവര് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് കുട്ടികളുടെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. കുട്ടികളുടെ ആ ആർക്കിടെക്ചർ സ്കില്ലും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. സെൻസോറിയൽ മെറ്റീരിയൽ ആണ്. മോണ്ടിസോറിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 5 പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് ഉള്ളത്. അതില് സെൻസോറിയൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. ഓക്കെ, പിങ്ക് ടവറിനെ കുറിച്ച് മനസ്സിലായി ഏകദേശം. എന്തൊക്കെയോ പറഞ്ഞു. 10 ക്യൂബ്സ് ആണ്, വുഡൻ ക്യൂബ്സ് ആണ്. 10 മുതൽ 1 സെന്റിമീറ്റർ വരെയാണ് അത് വേരി ചെയ്യുന്നതിനൊക്കെ മിസ് പറഞ്ഞു. ഓക്കെ,
ഇനി ഇതെങ്ങനെ ചെയ്യും അല്ലെ? ഒരു ഐഡിയ വേണ്ടേ? ഇത് നമ്മൾ ചെയ്യണം അല്ലെ? ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമുക്ക് ചാർട്ടിൽ ചെയ്യാൻ പറ്റും. ചാർട്ട് ഉണ്ടല്ലോ, ചാർട്ടിൽ നമ്മളതിങ്ങനെ എന്ത് ചെയ്തിട്ട് മടക്കി പിങ്ക് ടവർ പോലെ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ വീടിനടുത്ത് ആരെങ്കിലും വുഡ് വർക്ക് ചെയ്യുന്നവര്, മരപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പീസ് കട്ട് ചെയ്ത് തരും നമുക്ക്. ബാക്കി പെയിന്റ് ഒക്കെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ മതിയോ. അവർക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്ന പീസുകൾ യൂസ് ചെയ്തിട്ട് അവരത് കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കി തരും. ഓക്കെ, അതൊന്ന് ഇത് ഉള്ളിൽ ഓട്ടയുണ്ട്, അല്ലെങ്കിൽ വെറുതെ ബോക്സ് പോലെ മുകളിൽ വെക്കണം. സ്ക്വയർ ക്യൂബ് പോലെ ഫുൾ. അല്ല, നമ്മുടെ മറ്റേ സ്നേക്ക് ആൻഡ് ഇതിൽ കളിക്കണ ആ ക്യൂബ് പോലെയല്ലേ? ഉള്ളിൽ ഓട്ടയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ മുകളിൽ കയറ്റി വെക്കണല്ലോ. ഇത് മോളിൽ കേക്ക് വെക്കുന്നത് തന്നെയാണ്. ഈ കാണുന്ന ഇമേജ് കാണാൻ പറ്റുന്നില്ലേ മോനെ? സൈഡുകള് ഇപ്പൊ കാണാം. ഇപ്പൊ നല്ല സ്ക്വയർ ആയിട്ടായിരിക്കണം, അതിന്റെ ഹോളൊന്നും ഇല്ലല്ലോ. ഹോളൊന്നുമില്ല. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പിങ്ക് ടവർ പ്രിപ്പയർ ചെയ്യാന്ന് പല മെത്തേഡ് അവർ കാണിക്കും. ചിലവര് കാർഡ്ബോർഡ് വെച്ച് പിങ്ക് ടവർ ചെയ്തിട്ട് അതിന് മുകളിൽ പിങ്ക് കളറിലെ ചാർട്ട് പേസ്റ്റ് ചെയ്യും. വുഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ വുഡിൽ ചെയ്യണം. ഓക്കെ, മഞ്ജുവിന്റെ ബ്രദർ അല്ലേ വുഡ് വർക്ക് ചെയ്യുന്നേ? വുഡ് കൊണ്ട് അങ്ങനല്ലേ പറഞ്ഞത്? മീൻസ് മഞ്ജു രാജാണോ? മഞ്ജുരാജ് അല്ല അല്ലെ? മഞ്ജു രാജിന്റെ അല്ല, മഞ്ജു രാജേഷ് അല്ല. അപ്പൊ വേറെ ഏതെങ്കിലും മഞ്ജു. അത് നമ്മൾ വുഡ് പണിയൊക്കെ ചെയ്യുന്നവർക്ക് ചോദിച്ചാൽ മതി. ഇങ്ങനെ വുഡിന്റെ ഇങ്ങനെ പീസ് ക്യൂബായിട്ട് ചെയ്ത് തരാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവരുടെ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ ചെയ്തു തരും. അതല്ല വുഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തായാലും ചെയ്യാനായിട്ട് പറ്റും. മാം, ചാർട്ട് പേപ്പർ ബോക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് മതിയല്ലോ? തന്നെ ചാർട്ട് പേപ്പർ ബോക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ച് നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്യുമ്പോ. ഓക്കെ, അത്യാവശ്യം നല്ല ക്ഷമയോടുകൂടി ചെയ്യാം. കുട്ടികളെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും. ഈ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികളെ ആ ഒരു മെറ്റീരിയലിലേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ അവരെ കോൺസെൻട്രേഷനും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിങ്ക് ടവർ. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടല്ലോ, നമുക്ക് ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ് വരും. ആ സമയത്ത് ഈ പിങ്ക് ടവർ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങളുടേതായ ഐഡിയയിൽ ഈ പിങ്ക് ടവറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ റിയലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ഓക്കെ മിസ്. അപ്പൊ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ മുതൽ എല്ലാവരും യൂട്യൂബിൽ കയറിയിട്ട് പിങ്ക് ടവറിനെ കുറിച്ച് സെർച്ച് ചെയ്യും അല്ലെ? പിങ്ക് ടവർ എങ്ങനെ ചെയ്യാം, നമുക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് പിങ്ക് ടവർ എങ്ങനെ ചെയ്യാം എന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ സ്പോഞ്ച് വേണ്ട, കാർഡ്ബോർഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കിയിട്ട് ഐഡിയ കിട്ടുമോ നോക്കാം. ഓക്കെ, ഓക്കെ. ദെൻ നമ്മള് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന സ്ട്രക്ചർ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലായിരുന്നു? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എല്ലാവരും ലാംഗ്വേജ് ഡെവലപ്മെന്റിലേക്ക് വരാം കേട്ടോ. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പേജ് നമ്പർ 54 കേട്ടോ. നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി? പോയിന്റ്സ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? മാം ജസ്റ്റ് ഒന്ന് തുടങ്ങിയതേ ഉള്ളായിരുന്നു അല്ലെ? അപ്പൊ ലാംഗ്വേജ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണ്? ലാംഗ്വേജ് ആണ്. നമ്മളിപ്പോ ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഞാനൊരു ക്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. സോ ഞാൻ അതുകൊണ്ടാണ് ഈ മലയാളം പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്മുടെ മദർ ടങ്, നമ്മുടെ ഫേവറേറ്റ് ലാംഗ്വേജ് നമ്മൾ മലയാളത്തിൽ തന്നെ ക്ലാസ് എടുക്കുന്നത്.
ലാംഗ്വേജ് വിച്ച് ഇസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്. സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഈ ലാംഗ്വേജ് ആണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെയും മറ്റ് അനിമൽസിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ട് നമുക്ക് ലാംഗ്വേജ് ഉണ്ട്. അവർക്ക് ലാംഗ്വേജ് ഇല്ല. കുട്ടികളെ സംബന്ധിച്ച്, കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലാംഗ്വേജ് എങ്ങനെയൊക്കെ ആയിരിക്കും? ക്രൈയിങ് അവരൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കോളിംഗ്, പക്ഷെ അത് തോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്, പബ്ലിക് സൗണ്ട്. അവര് സംസാരിക്കുമ്പോ ഈ ഒരു സംസാരിക്കല്ല, അവർ ഉമ്മനീര് വെച്ചിട്ട് ബബ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കും. ദെൻ കുട്ടികൾ സാധാരണ മീനിങ് ആയിട്ടുള്ള വേർഡ് ആരെയാ പറയാറ്? കെയർ ഗിവറിനെ കുറിച്ച്, കെയർ ടേക്കറിനെ കുറിച്ചിട്ടാ പറയാം. അപ്പൊ അമ്മയാണ് കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ആദ്യം മാ എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അച്ഛന്നായിരിക്കും പറയുന്നത്. പിന്നെ കുട്ടികൾ സിംഗിൾ വേർഡ്സ് എല്ലാ കാര്യത്തിനും ആ ഒരു സബ്ജക്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒറ്റ വേർഡ് യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന്റെ പേര് ബോൾ എന്നാണെങ്കിൽ, ഞാൻ ബോൾ കണ്ടു, എനിക്ക് ബോൾ വേണം, എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ബോൾ പോയി എന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് തന്നെ പറയുള്ളൂ? വേർഡ് ബോൾ എന്ന് മാത്രമേ പറയുള്ളൂ. കുറച്ചും കൂടി അവർ മുതിർന്ന് കഴിയുമ്പോൾ സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് അവര് പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കും. വാൺ ബോൾ, എനിക്ക് വേണം ബോള്, ഞാൻ കണ്ടു ബോള്, എന്റെ കയ്യിൽ നിന്ന് പോയി, അങ്ങനെ അവർ പറയും. പിന്നെ കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോൾ ഒരു 1.5 years ഒക്കെ ആകുമ്പോഴേക്കും സിമ്പിൾ സെന്റൻസ് ഫോം ചെയ്യും. 1.5 years 2 yearsനുള്ളിൽ ഐ വാണ്ട് എ ബോൾ അല്ലെങ്കിൽ വലിയ സെന്റൻസുകൾ ഫോം ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. സാധാരണ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികള് നഴ്സറിയിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ആണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. കാരണം അവർക്ക് സോഷ്യലൈസേഷൻ കൂടുതലാകുന്നതിനനുസരിച്ച് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റും നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. അപ്പോൾ സോഷ്യലൈസേഷൻ നല്ല രീതിയിലാവുമ്പോൾ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ് 4 സ്കിൽസ്. ഞാൻ പറഞ്ഞത് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് വേണോ? ഓക്കെ, വെറുതെ എക്സ്പ്ലെയിൻ മാത്രമാണോ ചെയ്തത് അല്ലെങ്കിൽ റീഡ് ചെയ്തത്? ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. ആണോ? ഓക്കെ. ലേണിംഗ് എനി ലാംഗ്വേജ് എന്ന് വെച്ചാൽ, എനിക്കൊരു ലാംഗ്വേജ് അറിയാന്ന് വെച്ചാൽ എനിക്ക് ആ ലാംഗ്വേജ് ലിസൺ ചെയ്താൽ, കേട്ടാൽ മനസ്സിലാക്കണം, സംസാരിക്കാൻ അറിയണം, റീഡ് ചെയ്യാൻ അറിയണം, റൈറ്റ് ചെയ്യാൻ അറിയണം. അപ്പൊ ലാംഗ്വേജ് ലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 4 സ്കിൽസും ഈ ഒരു 3 year old കുട്ടിയുടെ, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അവൻ അറിയാവുന്ന വേർഡ്സ് 900 ആയിരിക്കും. അവൻ അപ്പൊ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങുന്നുണ്ടാവുള്ളൂ. ആ സമയത്ത് അവൻ അറിയാവുന്ന വേർഡ്സിന്റെ നമ്പേഴ്സ് എത്രയാണ്? അബൌട്ട് 900 വേർഡ്സ് ആയിരിക്കും കുട്ടിക്ക് അറിയാവുന്നത്. നമ്മൾ ആ കുട്ടി വലുതായ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവന്റെ സ്പോക്കൺ വേർഡ്സ് എത്രയായിട്ട് മാറും? 12,000 to 14,000 വേർഡ്സ് ആ കുട്ടിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റും. നോക്കാം, ഒരാൾ റീഡ് ചെയ്യോ ലാംഗ്വേജ് ഡെവലപ്മെന്റ് മുതല് ഞാനിപ്പോ പറഞ്ഞ പാരഗ്രാഫ് വരെ? വായിക്കണം. Language development includes 4 skills: listening, speaking, reading, and writing. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. Activities such as listening to stories, reciting rhymes, listening to record music, meditation, games such as Chinese whisper, Simon says, drawing, the child's concentration to various sounds in the environment are all essential to develop the listening and speaking skills in children. The pre-reading skills include recognizing alphabets and their phonetic sound, and the capacity to move the eye from left to right in a straight line. A love for books and eye and hand coordination thus can be developed through many activities with specially devised materials and variety of art and craft activities mentioned in the unit on motor development. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 സ്കിൽസ് ആണ് വരുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആണ്. അപ്പൊ കുട്ടികളില് നമ്മള് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് മുമ്പായിട്ട് നമുക്ക് ഗെയിംസും ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർക്ക് ആ ലിസണിങ്, സ്പീക്കിംഗ് സ്കിൽസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ
ലേണിംഗ് ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആക്ടിവിറ്റിക്ക് മെയിൻ ആയിട്ട് ലിസ്റ്റനിങ് ടു സ്റ്റോറി, കഥ പറഞ്ഞു കൊടുക്കാം, പിന്നെ റൈറ്റ്സ് പറഞ്ഞു കൊടുക്കാം, ലിസൺ ടു റെക്കോർഡ് മ്യൂസിക്, റെക്കോർഡ് ചെയ്യുന്ന മ്യൂസിക് കേട്ടു കൊടുക്കാം, മെഡിറ്റേഷൻ, യോഗ, ഗെയിമിൽ പറയുന്ന ചൈനീസ് വിസ്പർ, അതേപോലെ തന്നെ ആക്ടിവിറ്റീസ്. ഈ ചൈനീസ് വിസ്പർ എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പറഞ്ഞിരുന്നു മാം. ഞാനിപ്പോ ഓപ്ഷൻ എടുത്തതാണ് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട്, ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കും. ഇപ്പം നമ്മളിപ്പോ റീൽസിലൊക്കെ കാണുന്ന ഡാൻസ് ഉണ്ടല്ലോ, ഒരാള് ഡാൻസ് ഒക്കെ അറിയാവുന്ന ഒരാൾ സ്റ്റെപ്സ് ഇട്ട് കൊടുക്കും. അടുത്ത ആള് ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കായിരിക്കും. അപ്പൊ ആളെ വിളിച്ചിട്ട് പറയും ഇതേപോലെ കളിക്കാൻ പറയും. അപ്പൊ നമ്മൾ അടുത്ത ആള് കാണിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് പാസ് ചെയ്ത് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡാൻസ് നന്നായിട്ട് കളിച്ച ഒരാളെക്കാൾ ചിലപ്പോ നല്ല രീതിയിലായിരിക്കും ലാസ്റ്റ് ആള് കളിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതാണ്. അതേപോലെ സൈമൺ സെയ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈമൺ സെയ്സ് റെഡ്. അപ്പോ ആരാണ്? ദൃശ്യ പറയും സൈമൺ സെയ്സ് റെഡ് ആൻഡ് ബ്ലൂ. അപ്പൊ ദൃശ്യയുടെയും കൂടി കളർ ദൃശ്യ പറയണം. അടുത്ത സൈമൺ സെയ്സ് റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. ചിക്കുബോൾ പറഞ്ഞു വിചാരിക്കുക. അടുത്ത ആള് പറയും സൈമൺ സെയ്സ് റെഡ്, ബ്ലൂ, യെല്ലോ. ആളുടെ കൂടി കളർ പറയണം. അങ്ങനെ എവിടെയാണ് മിസ്സാകുന്നത്, എവിടെയെങ്കിലും ആ ഓർഡർ തെറ്റിക്കഴിഞ്ഞാല് ആളെന്തായി? ഔട്ടായി. അങ്ങനെ ഗെയിം കളിക്കാറുണ്ടോ? മിസ് എടുത്തതാ, എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ടെസ്റ്റ് നോക്കിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പോ ഇങ്ങനെ നമ്മൾ കുട്ടികളിൽ ആ ഒരു ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യണം. നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ചില ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ റൈറ്റ് ടു ലെഫ്റ്റ് എഴുതുന്ന ലാംഗ്വേജുകൾ. ബാക്കി എല്ലാ ലാംഗ്വേജും ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് എഴുതുന്നത്. സോ അതുകൊണ്ട് ഐ ഹാൻഡ് കോർഡിനേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റീസ് ചെയ്തിരിക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാം. പ്രീ റീഡിംഗ് സ്കിൽസ് കുട്ടികളെ കൊണ്ട് ആൽഫബറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യിക്കാം. നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ കാണിച്ചു കൊടുത്തിട്ട് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രീ റീഡിംഗ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കുക കേട്ടോ. കുട്ടികളിൽ അതേപോലെ തന്നെ ആർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ അവരുടെ ഈ ഒരു കോൺസെൻട്രേഷനും ഈ ലിസണിങ് സ്പീക്കിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയട്ടെ മിസ്? ഓക്കെ, പറഞ്ഞോളാം. ഇന്ന് സെമിനാർ എടുത്ത സ്റ്റുഡൻസ് എല്ലാവരും നല്ല രീതിയിൽ എടുത്ത് എല്ലാവരും ടെസ്റ്റ് ബുക്ക് നമ്മൾ വായിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. എന്നാലും നമ്മൾ വായിക്കാറില്ല. എന്നാലും നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഓരോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സെമിനാർ നല്ലതാണ്. ഇപ്പൊ നമുക്ക് വരും തലമുറകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. വായിക്കാൻ പറ്റാറില്ല. ബുക്ക് കാണുമ്പോ തന്നെ നമുക്ക് അയ്യോ ഇത് മുഴുവൻ വായിച്ചു തീർക്കേണ്ടതുകൊണ്ട് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ പക്ഷെ മൊബൈലിലൊക്കെ ഞാൻ ഇങ്ങനെ റീഡ് ചെയ്യാറുണ്ട്, ബുക്ക് വായിക്കാറില്ല. അതൊക്കെ നല്ല വലിയ അറിവാണ് എല്ലാരെ കുറിച്ച്. പിന്നെ ഇന്ന് ക്ലാസ് എടുത്ത മിസ് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് നോക്കാണ്ട് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഈ ക്ലാസ് ഞാൻ കണ്ടിരുന്നത്, ഇന്നെടുത്ത പോർഷൻസ്. അപ്പം സോറി മിസ്, അതാണ് അത് ആ ഗെയിമിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് അത് മനസ്സിലായത് കേട്ടോ. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിനും താങ്ക് യു പറയുന്നു. ഓക്കെ, താങ്ക് യു. Thank you, ma'am.